നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 2024-25 10th ലെവൽ പ്രിലിംസ് നേടിയെടുക്കാൻ വേണ്ടി ഒരു ചലഞ്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ദിവസമായ വർക്കൗട്ട് സീരീസിന്റെ ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക, അതിനുശേഷം നോട്ട്സ് വായിക്കുക, അതിനുശേഷം എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഡേ 3 ഈ ഒരു സെക്ഷൻ ക്ലിയർ ആവുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ സയൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും റൊട്ടീനായിട്ട് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. 20 ദിവസം തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന സീരീസ് നടക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട ടോപ്പിക്കിലേക്ക് ആദ്യം തന്നെ പോവുകയാണ്. 2023, 24, 22 പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും SCERT പാഠഭാഗ വസ്തുതകളും പ്രസ്താവന ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, അത് SCERT ആയിക്കോട്ടെ, റാങ്ക് ഫയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ NCERT സ്കൂൾ ടെക്സ്റ്റ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങളുടെ കൈവശമുള്ളത് ആ ഉള്ള നോട്ട്സ് എന്ത് ചെയ്യണം, വായിക്കണം. എന്നിട്ട് ഈ ക്ലാസ് കാണണം. ക്ലാസ്സിന്റെ നോട്ട്സും കൂടെ വായിച്ചതിന് ശേഷം പരീക്ഷ എഴുതണം. ഇങ്ങനെ ഞാൻ എടുത്തു പറയുന്നതിന് കാരണം മിക്ക ആളുകളും കരുതും ഈ ക്വസ്റ്റ്യൻ, ഈ പറയുന്ന വീഡിയോ ക്ലാസ്സിലുള്ള ചോദ്യം തന്നെയാണ് എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. ഈ ക്ലാസ്സിൽ പറയാത്ത ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മൾ പറയുന്നത്. ഈ ക്ലാസ്സിൽ പറയുന്ന കണ്ടന്റ് അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വേണമെങ്കിൽ ആ ചോദ്യത്തിൽ ഉൾപ്പെടാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പൗരത്വം ഉൾപ്പെടാം. അപ്പം ഈ പറയുന്ന എൻ്റെ ടോപ്പിക്ക് നമ്മൾ ഈ പറയുന്ന 20 സീരീസ് എടുക്കുമ്പം, അല്ലെങ്കിൽ 20 ദിവസത്തെ 60 സീരീസ് എടുക്കുമ്പോൾ നമുക്ക് തുച്ഛമായ 4-5 ക്ലാസ് ആയിരിക്കും ഇന്ത്യൻ ഭരണഘടന തീർക്കാൻ കിട്ടുന്നത്. അപ്പൊ അത് മാക്സിമം എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസിൽ ആദ്യ റാങ്ക് നേടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പരമാവധി മാർക്ക് നേടുക, നെഗറ്റീവ് ഒഴിവാക്കി പരമാവധി മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ 10th ലെവൽ പ്രിലിംസ് പാസ്സാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോകുന്നു. ആദ്യം തന്നെ ഒരു പ്രസ്താവന ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ നേരത്തെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ഒരു പ്രസ്താവന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം, ശരിയായ പ്രസ്താവന എന്ന ആ ചോദ്യമെങ്കിൽ ആ ശരിയായ എന്ന വാക്കിന് അടിഭാഗത്ത് ഒന്ന് നോട്ട് ചെയ്തേക്കണം. കാരണം നമ്മൾ ഈ ശരിയായ പ്രസ്താവനയെന്ന് നോക്കിയിട്ട് താഴേക്ക് പോകുമ്പോൾ തെറ്റായ പ്രസ്താവന നോക്കി പോകരുത്. അപ്പൊ ശരിയായ പ്രസ്താവന എന്നാ നോക്കണ്ടേ. ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ് ഒരു പ്രസ്താവനയാണ്. 2022 സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയി ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ് ഒരു പ്രസ്താവന. നമുക്കറിയത്തേയില്ല, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ് രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് മൂന്നാമത്തെ പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന, ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഈ 4 പ്രസ്താവനകളാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് ആദ്യം ഒന്ന് പോട്ടെ. ഭരണഘടനാ ഭേദഗതി ബിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണെന്ന് പറയുന്നില്ല. ആദ്യം രാജ്യസഭയിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം, എന്തുമായിക്കോട്ടെ. പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിച്ചാൽ മതി. അപ്പൊ അവിടെ തിരിഞ്ഞു പോരുത്. സംസ്ഥാന നിയമസഭകളിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളായ രാജ്യസഭയിലോ ലോക്സഭയിലോ എന്ത് ചെയ്യാം, ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാം. അപ്പൊ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണെന്നൊരു അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചട്ടമുണ്ടോ? ഒരിക്കലുമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യം വേണമെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ആ പ്രസ്താവന എന്താണ്? ഈ പറഞ്ഞേക്കുന്ന പ്രസ്താവന തെറ്റല്ലേ? ഈ പ്രസ്താവന ഓപ്ഷൻ 4 പ്രസ്താവന തെറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ് എന്നൊരു പ്രസ്താവനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണെന്നൊരു പ്രസ്താവനയുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, എന്തായി ദൃഢഭരണഘടന, എന്താണ് അയവുള്ള ഭരണഘടന? ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം സോൾവ് ആയി. കാരണം എന്താ, നമ്മുടെ ശരിയായ പ്രസ്താവന ഏതെന്നങ്ങ് അറിഞ്ഞാൽ പോരായോ? അപ്പൊ അതിലേക്ക് വരണമെങ്കിൽ ആദ്യം എന്താണ് ദൃഢഭരണഘടന, അല്ലെങ്കിൽ അയവുള്ള ഭരണഘടന എന്താണ്, ദൃഢഭരണഘടന എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ദൃഢഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ, ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ
സ്പെഷ്യൽ മെജോറിറ്റി വേണം എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് ദൃഢ ഭരണഘടന. വീണ്ടും ആവർത്തിക്കുന്നു, ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നു വെച്ചാൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി വേണം. ശരിയാ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ദൃഢ ഭരണഘടന ഉള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ ഭരണഘടന ദൃഢ ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഭരണഘടനയിൽ ചില വ്യവസ്ഥകൾ ഭേദഗതികൾ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം, തർക്കം വേണം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. രണ്ടാമത് നോക്കിയേ, ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ കേവല ഭൂരിപക്ഷം വേണം. അതിനെ അറിയപ്പെടുന്ന പേരാണ് അയവുള്ള ഭരണഘടന. ഇവിടെയും നമ്മൾ ലോജിക്കായിട്ട് പറയുന്നു, ഒന്നെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ, ഭരണഘടന ഭേദഗതി ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുമല്ലെങ്കിൽ ചില ഭേദഗതികൾ വ്യവസ്ഥ ചെയ്യാൻ, അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ ഇന്ത്യയിൽ എന്തു മതി? കേവല ഭൂരിപക്ഷം മതി. അപ്പൊ കേവല ഭൂരിപക്ഷം, അങ്ങനെ അയവുള്ള ഭരണഘടന നിലവിലുള്ള പ്രധാനപ്പെട്ട രാജ്യമാണ് ബ്രിട്ടീഷ് ഭരണഘടന. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, ഇന്ത്യൻ ഭരണഘടനയിൽ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി വേണം, ഇന്ത്യൻ ഭരണഘടനയിൽ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ കേവല ഭൂരിപക്ഷം വേണം. അപ്പൊ ഈ പറയുന്ന രണ്ടും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്, ഭാഗികമായി അയവുള്ളതാണ്, ദൃഢവുമാണ് എന്നാ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ ശരി? അപ്പൊ ഈ പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികവുമായി ദൃഢവുമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു ഉത്തരമാണ്. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് ഭരണഘടന? ഒന്നുമില്ല, ഒരു രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ഇന്ത്യയുടെ ആധികാരിക പ്രമാണത്തിന്റെ പേരാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ പാകിസ്ഥാൻ ഒരു ഭരണഘടനയുണ്ട്, ശ്രീലങ്കയ്ക്ക് ഒരു ഭരണഘടനയുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന ഉണ്ട് എങ്കിൽ ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണോ, ആ രാജ്യത്തിലെ അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അടങ്ങുന്ന ഒരു ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്നറിയപ്പെടുന്നത്. ഇനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പദം നമ്മൾ പറയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയുന്നത് അല്ലെ. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടാകുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടാവുന്നത്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടന അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാ? ഒന്ന്, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന എന്ന് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂർ എന്നറിയപ്പെടുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദമുണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഭരണഘടന. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ശില്പിയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നമുക്ക് അത്രയും സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ദൃഢഭരണഘടന, എന്താണ് അയവുള്ള ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദൃഢഭരണഘടന എന്ന് പറഞ്ഞാൽ ഉദാഹരണം അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പൊ ദൃഢഭരണഘടന എന്താണെന്ന് ചോദിച്ചാൽ, ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതിനെ അറിയപ്പെടുന്ന പേരാണ് ദൃഢ ഭരണഘടന. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി ദൃഢ ഭരണഘടന, ഭാഗികമായി അയവുള്ള ഭരണഘടനയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്തത് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട SCRT കണ്ടന്റുകളാണ് പറയുന്നത്. ഒന്ന്, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞ വ്യക്തിത്വം ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ് അങ്ങനെ പറഞ്ഞത്. എങ്ങനെയാ? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. അപ്പൊ ഇതിനെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആക്കുന്നത് എങ്ങനെയാ? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഈ കൊടുത്തേക്കുന്ന ചോദ്യവും ഉത്തരവും കൂടെ ഒരുമിച്ച് വായിക്കുമ്പോൾ എന്തായി? പ്രസ്താവനയായി. അതല്ലാതെ നിങ്ങൾ പ്രസ്താവനയുടെ പുറകെ പോകേണ്ട ഒരാവശ്യവുമില്ല. ഇതാണ് ലോജിക്ക്. ഇനി ഈ പറഞ്ഞ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്നറിയപ്പെടുന്ന വാക്കിൽ നിന്ന് നമുക്ക് മത്സര പരീക്ഷയിൽ ഇന്നേ കാലം വരെ ചോദിച്ച PYQ ഡിസ്കസ് ചെയ്യുന്ന ഒന്ന്, ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി ഉണ്ടാകുന്നത്. ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഡെമോക്രസി എന്ന വാക്കുണ്ടാവുന്നത്. ഡെമോക്രാറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്
ഹെറോഡോട്ടസ് ആണ്. ഹിസ്റ്റോറിയ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഹെറോഡോട്ടസ്. അദ്ദേഹമാണ് ഡെമോക്രാറ്റിയ എന്ന പദം ലോകത്താദ്യമായി ഉപയോഗിച്ചത് എന്ന് PYQ അല്ലെങ്കിൽ PSC കൊടുത്തേക്കുന്ന ഉത്തര സൂചിക ഇങ്ങനെയാണ്. ഡെമോക്രാറ്റിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് ഹെറോഡോട്ടസ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറഞ്ഞ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്നറിയപ്പെടുന്ന വാക്ക് കേൾക്കുമ്പം രണ്ട് തരത്തിൽ ഡെമോക്രസി ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത്? ഒന്ന് പ്രത്യക്ഷ ജനാധിപത്യവും മറ്റൊന്ന് പരോക്ഷ ജനാധിപത്യവും. അപ്പൊ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും എവിടെ ഉള്ളതാണ്? ഈ ലോകരാജ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലുള്ള രണ്ട് ജനാധിപത്യ സംവിധാനങ്ങളാണ്. ഒന്ന് പ്രത്യക്ഷ ജനാധിപത്യം, മറ്റൊന്ന് പരോക്ഷ ജനാധിപത്യം. നമ്മൾ പറയും ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഈ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? അതായത് വേറെ ഒന്നുമില്ല, ഭരണകാര്യങ്ങളിൽ ജനങ്ങൾ നേരിട്ടിടപെടുന്നതിനെ അറിയപ്പെടുന്ന പേര് ഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് അത് സ്വിറ്റ്സർലൻഡ് ആണ്. ഈ പറയുന്ന പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിൽ SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന ഒരു 4 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമായും നടക്കുന്ന 4 പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തിരിച്ചു വിളിക്കൽ. മറക്കരുത്. രണ്ടാമത്തെ വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിതപരിശോധന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിതപരിശോധന, ജനഹിത പരിശോധന, അഭിക്രമം, തിരിച്ചു വിളിക്കൽ. ഈ 4 പ്രവർത്തനങ്ങളാണ് പ്രത്യക്ഷ ജനാധിപത്യ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട 4 പ്രവർത്തനങ്ങളാണ് ഇത്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഒരാളെ സ്വിറ്റ്സർലൻഡിന്റെ ഒരു MP ആയിട്ട് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ ഒരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്തു. നിങ്ങളെ സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രദേശത്തെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്തു. നിങ്ങൾ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കാം. അതിനെയാണ് റീകോളിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെന്ന് പറയുന്ന ജനപ്രതിനിധിയെ എന്ത് ചെയ്യാം? ആ ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് തെരഞ്ഞെടുത്ത് വിട്ടത്. എല്ലാവർക്കും പോയി അവിടുന്ന് ഭരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടി അവിടെയും തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല. നിങ്ങൾ ജനങ്ങളുടെ ആവശ്യം അല്ല അവിടെ പോയി ഈ പറഞ്ഞ നിയമനിർമ്മാണ സഭയിൽ പോയി അവതരിപ്പിച്ചത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യമാണെങ്കിൽ ജനങ്ങൾക്ക് തിരിച്ചു വിളിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ പ്രവർത്തനത്തിന്റെ പേരാണ് റീകോളിംഗ് അല്ലെങ്കിൽ തിരിച്ചു വിളിക്കൽ. തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറ്റും. എന്നിട്ട് പുതിയ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കും. ഈ ഒരു സമ്പ്രദായത്തിന്റെ പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഞാൻ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞതാണ്. മത്സര പരീക്ഷയിൽ ഡെപ്ത് കണ്ടന്റ് ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ നോട്ട്സിൽ കണ്ടന്റുകൾ ആഡ് ചെയ്യും. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന ആരെയാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഇതിലേത് ജനാധിപത്യമാണ്? അത് പരോക്ഷ ജനാധിപത്യമാണ്. ഇൻഡയറക്റ്റ്, മറക്കരുത്, ഡയറക്റ്റ് ഡെമോക്രസി അല്ല. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പരോക്ഷ ജനാധിപത്യമാണ്. നോക്കൂ, നമ്മളൊരു ജനപ്രതിനിധിയെ, ഒരു MLA തെരഞ്ഞെടുത്ത് വിട്ടു, ഒരു MP തെരഞ്ഞെടുത്ത് വിട്ടു. നമ്മുടെ കാര്യങ്ങൾ ചെയ്തില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ആ ജനപ്രതിനിധിയെ, അത് MLA ആയിക്കോട്ടെ MP ആയിക്കോട്ടെ, അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാൻ പറയാൻ പറ്റുമോ? ഇല്ല. ഈ സമ്പ്രദായത്തിന്റെ പേരാണ് നമ്മൾ 2 രീതിയിൽ പറയുന്നത്: പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത്, മറക്കല്ലേ, ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ആ ഡയറക്റ്റ് ഡെമോക്രസി സംവിധാനത്തിൽ ഉള്ള 4 പ്രവർത്തനങ്ങൾ ഓർത്തുവെക്കണം. എന്തൊക്കെയാണ്? തിരിച്ചു വിളിക്കൽ, അഭിക്രമം, ജനഹിത പരിശോധന, ഹിതപരിശോധന. ആ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ എടുത്തോളാം. ഇനി ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആക്കി വായിച്ചോണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കിട്ടി. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം അത് നൗറു എന്നാണ് PSC വാല്യൂ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ, ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം നൗറു. ഇനി ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ്. ഞാൻ സ്റ്റേറ്റ്മെന്റ് ആക്കി തന്നെയാ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം നൗറു ആണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ
18ാം ലോക്സഭയാണ് നിലവിലുള്ളത് എന്ന കാര്യം ഓർക്കണം. 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഒരു സ്പീക്കറുണ്ട്, ഓം ബിർളയാണ്. നമുക്കറിയാം കോട്ട മണ്ഡലം, രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇന്ത്യയുടെ ലോക്സഭ, 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇനി നമുക്ക് വേണ്ടത് ഈ 18ാം ലോക്സഭയ്ക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ട്, നരേന്ദ്രമോദിയാണ്. 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ അറിയാം, അല്ലെങ്കിൽ പഠിച്ചു. അപ്പൊ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ ഈ പറയുന്ന കണ്ടന്റ്. 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാവും. 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും, ദെൻ 18ാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. അത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തോളാം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം നൗറു ആണെന്ന് ഓർക്കണം. ഇനി ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രീസാണ്. അപ്പൊ ആദ്യ ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അത് ഗ്രീസാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് 1215 ലോകത്തിൽ ആദ്യത്തെ മാഗ്നാ കാർട്ട, അതായത് എഴുതപ്പെട്ട ആദ്യ ഔദ്യോഗിക എഗ്രിമെന്റ് ഒപ്പിടുന്നത് 1215 ജോൺ രാജാവ് റണ്ണീമീഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച. അതുകൊണ്ടാണ് അതിനെ ലോകത്തിൽ ആദ്യത്തെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത്. ജോൺ രാജാവിനെ മറക്കരുത്, റണ്ണീമീഡ് എന്നറിയപ്പെടുന്ന സ്ഥലം മറക്കരുത്. വർഷം 1215. ക്ലിയർ ആണല്ലോ? അപ്പൊ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസാണ്. ലോകത്തിൽ ആദ്യ ജനാധിപത്യ രാജ്യവും എന്ത് തന്നെ? ഗ്രീസ് തന്നെ. ക്ലിയർ ആണല്ലോ? അടുത്തത് ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഓർത്തു വെക്കണം. അടുത്തത് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് അത് ബ്രിട്ടൻ അല്ലെങ്കിൽ UK ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട്, മോഡേൺ ഡെമോക്രസിയുടെ ലാൻഡ് ഓഫ് മോഡേൺ ഡെമോക്രസി എന്നറിയപ്പെടുന്നത്, ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. ഈ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത കൂടി ഓർത്തു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യം കൂടിയാണ് ബ്രിട്ടൻ. വെള്ളക്കാരെന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണല്ലോ. വെള്ളക്കാരെന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്. ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യം കൂടിയാണ് ബ്രിട്ടൻ. അപ്പൊ ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. അപ്പൊ ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം സോഷ്യൽ കോൺട്രാക്ട്. ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകം എഴുതിയത് അത് റൂസോയാണ്. റൂസോയുമായി ബന്ധപ്പെട്ട് മിക്ക മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്. അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് റൂസോയാണ്. ഇനി ഈ പറയുന്ന ബ്രിട്ടനെ തന്നെയാണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്ന ബ്രിട്ടനാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ആരെ തന്നെ? ബ്രിട്ടനെ തന്നെ. ഇനി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒരു ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ആരാണ്? അത് ജനങ്ങളാണ്. ഇന്ത്യയിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ജനങ്ങളാ. ഒരു ജനാധിപത്യ രാജ്യം, അത് ഡയറക്റ്റ് ഡെമോക്രസി ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ഡെമോക്രസി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ലോജിക് ഇമ്പോർട്ടന്റ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ആരാണ്? അത് ജനങ്ങളാണെന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ടത് മത്സര പരീക്ഷയിൽ SCERT പാഠഭാഗ വസ്തുതയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡയലോഗുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. ആ കണ്ടന്റ് ആണ് നമ്മൾ പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. അപ്പൊ ഈ പറയുന്ന ചോദ്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു ഡീറ്റെയിൽ ക്ലാസ് അല്ല, മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള A മുതൽ Z വരെയുള്ള റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, അല്ലെങ്കിൽ A മുതൽ Z വരെയുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾ കൈ കാണും. നിങ്ങൾ വേറെ ഏതെങ്കിലും ലേണിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളായിരിക്കാം, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളായിരിക്കാം, ആരുമായിക്കോട്ടെ. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാസത്തേക്ക് 10th ലെവൽ പരീക്ഷ എഴുതിയെടുത്തേ തീരൂ എന്ന് കരുതി വീട്ടിൽ എങ്ങും പോകാതെ, പുറത്ത് കമ്പൈൻ സ്റ്റഡിക്കോ പുറത്ത് കൂട്ടുകാരോട് സഹകരിക്കാതെ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെന്ററിലോ ഓൺലൈൻ ക്ലാസ്സിനോ ഒന്നും അറ്റൻഡ് ചെയ്യാതെ
വീട്ടിലിരുന്ന് സുരക്ഷിതമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി കൃത്യമായി അമ്മയും അച്ഛനൊക്കെ വന്ന് എപ്പോഴും നിങ്ങളെ നോക്കി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം തന്നു, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും എല്ലാം തന്ന് നിങ്ങൾ സുരക്ഷിതമായിട്ട് പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഈ കണ്ടന്റ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ റാങ്ക് ഫയൽ ഒന്ന് തുറന്നിട്ട് ഈ ടോപ്പിക് ഇന്ത്യൻ ഭരണഘടന എടുക്കണം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആമുഖം പഠിക്കുക, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പൗരത്വം എന്ന ടോപ്പിക്ക് പഠിക്കുക, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങൾ എന്ന ടോപ്പിക്ക് പഠിക്കുക. എന്നിട്ട് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ടെലഗ്രാം കൂട്ടായ്മയിൽ വന്നിട്ട് ആ ഒരു 10, 15, 12 എത്രയാണോ ആ പോള് കൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ചെയ്തത് നമ്മൾ വായിച്ചത് നമ്മൾ സുരക്ഷിതമായി വായിച്ച കാര്യങ്ങൾ ഇത് ഞാൻ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഒരു മാർക്ക് എനിക്ക് കിട്ടിയല്ലോ എന്നൊരു കോൺഫിഡൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതൊന്നും ആരെയും നിർബന്ധിച്ചല്ല പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇതല്ല, ഈ പറയുന്ന 8000-ൽ കൂടുതൽ 8500ഓളം ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആരെങ്കിലും ഇനി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി PDF വായിക്കുക, പരമാവധി പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഒരു ലേണിംഗ് ആപ്പിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലും അല്ല നമ്മൾ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ടെലഗ്രാം കൂട്ടായ്മയിൽ തന്നെയാണ്. അപ്പൊ ചില ആളുകൾ, ധാരാളം ആളുകൾ കമന്റ് ചെയ്യാറുണ്ട്, ടെലഗ്രാം ലിങ്ക് കിട്ടുന്നില്ല. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ടെലഗ്രാമിൽ, നിങ്ങളുടെ ഫോണിലെ ടെലഗ്രാമിൽ PSC ഇൻഫ്ലുവൻസർ എന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ ആദ്യം @PSC ഇൻഫ്ലുവൻസർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കളർ, ഈ പറയുന്ന ഒരു റോസ് കളറിൽ ലോഗോ ആയി PSC ഇൻഫ്ലുവൻസറിന്റെ ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്യുക. അതിൽ എല്ലാ PDF-ഉം എല്ലാ വീഡിയോ ക്ലാസ്സും കറക്റ്റ് ഓർഡറിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു പോവുക. ഓക്കെ, അപ്പൊ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ജനാധിപത്യം സഹിഷ്ണുതയാണ്. നമ്മളോട് യോജിക്കുന്നവരോട് മാത്രമല്ല വിയോജിക്കുന്നവരോടുമുള്ള സഹിഷ്ണുത എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി അമർത്യാസെൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസെനിന്റെ പ്രത്യേകത ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാ? ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പറഞ്ഞത് അമർത്യാസെനാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നെൽസൺ മണ്ടേല പറഞ്ഞൊരു വാക്യമുണ്ട്, അതാണ് മിക്ക പരീക്ഷകൾക്കും SCRT-യിൽ നിന്ന് ചോദിക്കാറുള്ളത്. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞത് നെൽസൺ മണ്ടേലയാണ്. ഈ നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം അങ്ങോട്ട് പറഞ്ഞു തരുക. ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതീർ അവാർഡ് ലഭിച്ചത് നെൽസൺ മണ്ടേലയ്ക്കാണ്. ഈ നെൽസൺ മണ്ടേലയ്ക്ക് 2013-ലാണ് ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതീർ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ ലോക സമാധാനത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് മഹാതീർ അവാർഡ്. മലേഷ്യൻ പ്രധാനമന്ത്രിയായ മഹാതീർ മുഹമ്മദിന്റെ പേരിൽ നൽകുന്ന ഇന്റർനാഷണൽ പ്രൈസ്, അന്താരാഷ്ട്ര പുരസ്കാരത്തിന്റെ പേരാണ് മഹാതീർ പുരസ്കാരം. ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതീർ പുരസ്കാരം ലഭിച്ചത് നെൽസൺ മണ്ടേലയ്ക്ക്. ഏതു വർഷം? 2013-ൽ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ട് 3 അപരനാമങ്ങളാണ് നെൽസൺ മണ്ടേല അറിയപ്പെടുന്നത്. ഒന്ന് മാഡിബ എന്നറിയപ്പെടുന്നു, മറ്റൊന്ന് ടാറ്റ എന്നറിയപ്പെടുന്നു, മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നു. അപ്പം ടാറ്റ ഗ്രൂപ്പുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞ ലോജിക്ക് മറക്കരുത്. മാഡിബ എന്നും ടാറ്റ എന്നും ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലയാണ്. ഈ നെൽസൺ മണ്ടേല ജനിക്കുന്നത് 1918 ജൂലൈ 18 അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ 18 എന്തായിട്ടാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജൂലൈ 18 മണ്ടേല ദിനമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പരീക്ഷാളി കയറുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോവും. മലാല ദിനവും ഉണ്ട്, മണ്ടേല ദിനമുണ്ട്. രണ്ട് ചോദ്യമാണ്. മലാല ദിനം എന്നാണെന്ന് ചോദിക്കും, മണ്ടേല ദിനം എന്നാണ് ചോദിക്കും. അപ്പൊ നമുക്ക് വേണ്ട എന്താ? മണ്ടേല ദിനം ജൂലൈ 18 ഈ പറയുന്ന നെൽസൺ മണ്ടേലയ്ക്ക് ആത്മകഥയുണ്ടല്ലോ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതീർ അവാർഡ് ലഭിച്ചത് നെൽസൺ മണ്ടേലയ്ക്കാണ്. ഒരു സ്റ്റേറ്റ്മെന്റ്, മലേഷ്യൻ പ്രധാനമന്ത്രിയായ മഹാതീർ മുഹമ്മദിന്റെ പേരിൽ നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് മഹാതീർ അവാർഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2013-ൽ നെൽസൺ മണ്ടേലയ്ക്ക് എന്ത് കിട്ടുന്നു? പ്രഥമ മഹാതീർ അവാർഡ് ലഭിക്കുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, മാഡിബ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു, ടാറ്റ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു, ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നു. ആത്മകഥ മറക്കരുത്, ലോങ് ബാക്ക് ടു ഫ്രീഡം. അടുത്തത്, ഈ പറയുന്ന നെൽസൺ മണ്ടേലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, കോൺവെർസേഷൻ വിത്ത് മൈ സെൽഫ് എന്ന നെൽസൺ മണ്ടേലയുടെ കൃതിക്ക് ആമുഖം എഴുതിയത് അത് ബരാക് ഒബാമയാണ്.
കോൺവെർസേഷൻ വിത്ത് മൈ സെൽഫ് എന്ന നെൽസൺ മണ്ടേലയുടെ കൃതിക്ക് ആമുഖം എഴുതുന്നത്. ഇനി നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത 1990 ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം 1990 ആർക്ക് കിട്ടുന്നത്? നെൽസൺ മണ്ടേലയ്ക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളെ കുഴപ്പിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് മണ്ടേല ദിനം ജൂലൈ 18, മലാല ദിനം ചോദിച്ചാൽ അത് ജൂലൈ 12. ഞാൻ മലാല എന്ന പുസ്തകം ആരുമായി ബന്ധപ്പെട്ടതാ? മലാലയുമായി ബന്ധപ്പെട്ടതാണ്. ഗുൽമുഖായ് മറക്കല്ലേ, ഗുൽമുഖായ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മലാലയാണ്. അപ്പൊ മണ്ടേല ദിനം മറക്കരുത്, ജൂലൈ 18. മലാല ദിനം ഓർത്തു വെക്കണം, ജൂലൈ 12. രണ്ടും നമ്മളെ കുഴപ്പിച്ചു കളയും. അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊരു ഡീറ്റെയിൽ ക്ലാസ് അല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ അടുത്ത ദിവസം ചരിത്രവുമായി ബന്ധപ്പെട്ട്, ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ് വരും. ഇങ്ങനെ ഈ പറയുന്ന 20 ദിവസം കൊണ്ട് 60-ൽ കൂടുതൽ വർക്കൗട്ട് ചലഞ്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ടോപ്പിക്കിൽ, ഈ 60 വർക്കൗട്ടിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ബാക്കിയുള്ള സയൻസ്, GK, എല്ലാ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ പരമാവധി കണ്ടന്റ് ആഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞല്ലോ, ഇത് മൊത്തവും പഠിച്ച ആളുകൾക്ക് വീണ്ടും ഒരു റിവിഷൻ ആയിട്ട് വരുന്നു. പഠിക്കാതെ 1% ആളുകൾ അല്ലെങ്കിൽ 2% ആളുകൾ വീട്ടിൽ എന്തെങ്കിലും അവസ്ഥ മൂലം, അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക ചുറ്റുപാടിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്നവരോട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 2025 നിങ്ങളുടെ വർഷമാകണമെങ്കിൽ ഈ 2024 അവസാന മാസം ഒന്ന് മെനക്കെട്. ഒരു 18 ദിവസമേ നമ്മൾ ഈ ചലഞ്ച് എടുക്കുന്നുള്ളൂ. ഈ 18 ദിവസവും നിങ്ങൾ കൃത്യമായി ക്ലാസ് കാണുക, കൃത്യമായി പരീക്ഷ എഴുതുക. നമ്മളാൽ കഴിയുന്ന, ഈ കൂട്ടായ്മയാൽ കഴിയുന്ന കണ്ടന്റ്, ക്ലാസ്, പരീക്ഷയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മൾ ഒരു അവകാശവാദവും ഉന്നയിക്കുന്നില്ല. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഇത് മാത്രമേ പഠിക്കാവൂ, ഈ പറയുന്ന നോട്ട്സ് മാത്രമേ വായിക്കാവൂ, ഞാനാണ് PSCയുടെ അഗ്രഗണ്യൻ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന കൂട്ടായ്മ തരുന്ന കണ്ടന്റെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. 1% ആളുകൾക്കെങ്കിലും വീട്ടിൽ ഈ പറയുന്ന 1000, 1500, 5000, 10000 രൂപ ഒരു ആപ്പിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കോച്ചിങ് സെന്ററിലും കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.